everyone, welcome back to my new video. My name is Serafina. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ തമ്പനെയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹൗ ടു ബിൽഡ് ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്നതാണ്. അപ്പം നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് വളരെ ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഒരുപാട് പേരുമായിട്ട് ഡെയിലി ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരെ ഡെയിലി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും, മറ്റുള്ളവരുടെ കൂടെ കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലവരിപ്പം സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ടീച്ചേഴ്സുമായിട്ടൊക്കെ കുറേ സമയം ഇൻറ്ററാക്ട് ചെയ്യണം, എന്നിട്ടായിരിക്കും അവർ വീട്ടിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവരുടെ വർക്ക് പ്ലേസിൽ കൊളീഗ്സുമായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ, അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അറ്റ്മോസ്ഫിയർ, പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ക്ലയൻസിനെ ഒപ്പിക്കണം, അതേപോലെ തന്നെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് ഓടുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി? ഇപ്പം നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുവാണ്, ഒരുപാട് പേരിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പം നിങ്ങളെ കണ്ട് മറ്റുള്ളവരെ ചിരിക്കുക, നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുക, നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പം വളരെ മാന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരിക, നിങ്ങളുമായിട്ട് കുറച്ച് നേരമൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ബട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം നിങ്ങളെ കണ്ട് അവർ ഇഷ്ടപ്പെടാത്ത രീതിയിൽ മാറി നിൽക്കുക, അവരെല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് നിങ്ങൾക്കെതിരെ സംസാരിക്കുക, നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ വലിയ മൈൻഡ് കൊടുക്കാതിരിക്കുക, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു മര്യാദയിൽ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും തരാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നിങ്ങൾക്കും അവർ വലിയൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് അവർ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഒരു കാര്യമാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഇടയ്ക്കൊന്ന് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്, പല കോട്ട്സിലും കാണാറുണ്ട്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത് ജീവിക്കേണ്ടത്, നമ്മളുടെ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായിരിക്കരുത് എന്നൊക്കെ. പക്ഷെ ഞാൻ അതിനെ 100% എഗ്രി ചെയ്യുന്ന ഒരാളല്ല. അത് ഓക്കെയാണ്, ബട്ട് സംടൈംസ് നമുക്കതൊക്കെ മാറ്റേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ആ ഒരു സാധനം ആപ്ലിക്കബിൾ ആണോ? അല്ല. ബട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പക്ഷേ അത് ആപ്ലിക്കബിൾ ആയിരിക്കും. പക്ഷെ ഒരു പൊളിറ്റീഷ്യൻ എന്നൊരാൾ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് റോൾ മോഡൽ ആവാൻ തക്ക രീതിയിലുള്ള ഡെസിഗ്നേഷൻ ഉള്ള ഒരാൾ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മോറൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അയാളോടൊരു നെഗറ്റീവ് ഫീൽ വരും. അയാൾ അങ്ങനെ ചെയ്യുന്നല്ലോ, അത് തെറ്റല്ലേ എന്നുള്ളൊരു തോട്ട് വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു, പക്ഷെ ആ ഒരു കാര്യം കൊണ്ട് മറ്റുള്ളവർക്ക് ഹേർട്ട് ആവാൻ പാടില്ല. മറ്റുള്ളവർക്കൊരു നെഗറ്റീവ് ഇമേജ് നിങ്ങളെ പറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അത്രയും നാളും ബിൽഡപ്പ് ചെയ്തു എന്നൊരു നല്ല ഇമേജ് എല്ലാം പോയി കിട്ടും. പക്ഷെ ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആവാം. പക്ഷേ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് ആൾക്കാരുടെ അടുത്ത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ എൻ്റെ ലൈഫ് ബുക്കിൽ ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ബിൽഡ് ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് ആണ് ലേൺ സോഷ്യൽ സ്കിൽസ്. വാട്ട് ആർ സോഷ്യൽ സ്കിൽസ്? എന്താണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെടാൻ വേണ്ടി പഠിക്കുന്നതാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അവർ ഇൻട്രോവേർട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ ആൾക്കാരോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല, മടി, അതുപോലെ 10 പേര് കൂടി നിൽക്കുന്നിടത്ത് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഭയങ്കര മടി, അങ്ങനെയൊക്കെ ഉള്ളവർ കാണും. സോ അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക.
അവിടെ ചെന്ന് അവരോട് സംസാരിക്കുന്ന അതൊരു സ്കില്ലാണ് കേട്ടോ. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുക, നിങ്ങളുടെ ഫാമിലി തന്നെയുള്ളവരോട് സംസാരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, നെയ്ബേഴ്സിനോടൊക്കെ സംസാരിച്ച് ശീലിക്കുക. നിങ്ങളൊരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഷ്യൽ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, നിങ്ങളൊരു ഈവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണം, ഇവിടെ വെച്ച് ഞാൻ 2 ഫ്രണ്ട്സിനെ ഉണ്ടാക്കുമെന്ന്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അവരെ ലൈഫ് ലോങ് എപ്പോഴും കാണാനും വിളിക്കാനും അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നല്ലൊരു ഫ്രണ്ട്ലി ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക. നെക്സ്റ്റ് ടൈം അവരെ എന്തെങ്കിലും ലൈഫിൽ കാണുമ്പോൾ ഒരു ഹായ് എങ്കിലും പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അത്രയും മതി. സോ ഒരു 2 പേരോടെങ്കിലും സംസാരിക്കും, നല്ലൊരു കമ്പനി ആയിട്ട് നിൽക്കും എന്ന് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളൊരു ഓപ്പൺ മൈൻഡായിട്ട് ഒരു സ്ഥലത്തേക്ക് ചെല്ലുക, അവിടെ കാണുന്ന ആൾക്കാരോടെല്ലാം നല്ല രീതിയിൽ പെരുമാറുക, ആരോടും വലിയ ജാടയും ബിൽഡപ്പും ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഷ്യൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഗൈസ്, ട്രസ്റ്റ് മീ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണ് ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്രിയേറ്റ് ആൻഡ് ഇംപ്രസീവ് സ്മൈൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മൾ സോഷ്യൽ സ്കിൽസ് പഠിക്കണമെന്ന്. ഈ സോഷ്യൽ സ്കിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്മൈൽ നമ്മുടെ ഫേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം നിങ്ങൾ പറയാണ്, ഞാൻ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും എക്സൈറ്റഡ് ആയാലും എൻ്റെ ഫേസിന് സെയിം എക്സ്പ്രഷൻ ആണെന്ന്. പക്ഷെ അത് നിങ്ങളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യത്തില്ല കേട്ടോ. ചില സമയത്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അത് മാറും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ റൂമിലെ മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഒന്ന് ചിരിച്ച് നോക്കുക. ആ ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന ചേഞ്ചും നിങ്ങളുടെ ആ ഒരു സ്ഥിരം എക്സ്പ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ചിരിച്ചുകൊണ്ടുള്ള സെൽഫീസൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. മറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചിരിക്കുന്ന ഒരു ഫേസുമായിട്ട് കയറിച്ചില്ല, ആൾക്കാർക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അത്രയും നേരം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പ്രഷറും എല്ലാം റിലീസാവും. നിങ്ങളെ കാണുമ്പോഴത്തേനും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫേസ് ഞാനിവിടെ കണ്ടു, തിരിച്ചു വന്ന് ചിരിച്ചേക്കാം. നെക്സ്റ്റ് ടൈം കാണുമ്പോൾ വീണ്ടും ചിരിക്കും. നെക്സ്റ്റ് ടൈം കാണുമ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യും. സോ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള സ്മൈൽ നിങ്ങളുടെ ഫേസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ സ്മൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ആണ് ലേൺ ടു ബി കാം എന്ന് പറയുന്നത്. ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരാളുടെ ലക്ഷണമാണ് ഏത് സിറ്റുവേഷനിലും കാമായിട്ടിരിക്കുക എന്നുള്ളത്. കാമായിട്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളവിടെ അയ്യോ എൻ്റെ അമ്മ എനിക്ക് വയ്യ, എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ഭയങ്കര പാനിക്കായിട്ട് ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളോടൊരു മടുപ്പ് തോന്നും. ഇവൾ എന്തേ കാണിക്കുന്നത്, ഇവൻ എന്തോ ഈ കാണിക്കുന്നത്, ഇവനെന്താ വട്ടാണോ എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരും. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങളവിടെ കാമാകുക, നിങ്ങളവിടെ കൂൾ ഡൗൺ ആകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്കറിയാം എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, എപ്പോഴും നമുക്ക് ടെൻസ്ഡ് ആവുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കാമായിട്ട് ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. ആ സിറ്റുവേഷനെ നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു സിറ്റുവേഷന് നല്ലൊരു സൊല്യൂഷൻ കൊണ്ടുവരാം എന്നൊക്കെ നിങ്ങൾ മൈൻഡിൽ ആലോചിക്കുക. അല്ലാതെ നിങ്ങൾ അവിടെ കിടന്ന് വെപ്രാളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ എന്നുള്ളൊരു ഇമേജ് മറ്റുള്ളവരുടെ മുന്നിൽ വരും. നിങ്ങളൊരു ഈ പറയുന്ന ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ, ആളിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നുള്ള ഒരു തോട്ട് വരും. സോ അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ നേരെ ചാടിക്കറി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ കാമായിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുക, ഞാനിപ്പം ഇവിടെ റിയാക്ട് ചെയ്യണം. ഇൻ കേസ് റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റിയാക്ട്, ബട്ട് യു ഹാവ് ടു തിങ്ക് ഹൗ ടു റിയാക്ട്. എങ്ങനെ അവിടെ റിയാക്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം, എപ്പോൾ റിയാക്ട് ചെയ്യുന്നു എന്നതിലല്ല, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിലാണ്. അപ്പം നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യും. നിങ്ങൾ നോർമലായിട്ട് ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവിടെ കാമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളാണ് അവിടെ വിജയിക്കുന്നത്. പക്ഷെ ആ സമയത്ത് മറ്റുള്ളവർക്ക് തോന്നും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ് അവിടെ വിൻ ചെയ്യുന്നത്. പക്ഷെ അല്ല, അവിടെ കൂളായിട്ട് സംസാരിക്കുന്ന ആളാണ് ശരിക്കും വിൻ ചെയ്യുന്നത്. മറ്റേ ആളിൻ്റെ ഉള്ളിൽ അന്നത്തെ ദിവസം മുഴുവൻ ഒരു പ്രഷറും ഒരു മോശം ഇമോഷൻസ് ആയിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിലും കാമായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡെവലപ്പ് എ ഡ്രസ്സിങ് സെൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളിപ്പോൾ ഒരു മരണ വീട്ടിലേക്ക് പോവുകയാണ്,
ഒരു ഫ്യൂണറലാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ അവിടെ ഒരു പാർട്ടി വെയറൊക്കെ ഇട്ട് ഭയങ്കര വലിയ മാല, ഭയങ്കര ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ട് പോകുമ്പം നിങ്ങളുടെ ക്യാരക്ടർ അവിടെ എന്തോ അവർ വിചാരിക്കും ഇതെന്താ ഒരു കോമാളി വേഷം വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു ഫീൽ ചിലപ്പോൾ വരും. അല്ലെങ്കിൽ നിങ്ങളെന്താ ഈ മരണ വീട്ടിൽ പാർട്ടി വെയർ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്? മറ്റേ അമർ അക്ബർ ആൻ്റണി മൂവിക്കകത്തിൽ ആരെങ്കിലും ICUവിൽ കിടക്കുന്ന ആളിനെ കാണാൻ വേണ്ടി പാർട്ടി വെയർ ഇട്ടുകൊണ്ട് വരുമോ എന്ന് ചോദിക്കത്തില്ലേ? അതേ സംഭവം മറ്റുള്ളവർക്ക് ഫീൽ ആവും. അതുപോലെ തന്നെ നിങ്ങളൊരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളിൻ്റെ മാരേജാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ആ ഒരു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാം. ആ സമയത്ത് നിങ്ങളൊരു സിമ്പിൾ പഴയ മുഷിഞ്ഞ ചുളിവൊക്കെ ഉള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ, നിങ്ങളുടെ ഹെയറൊക്കെ ചുമ്മാ ഇങ്ങനെ മെസ്സി ആയിട്ടിട്ടുകൊണ്ട് പോകുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർക്കൊന്ന് നന്നായിട്ട് ഗ്രൂം ചെയ്ത് വന്നുകൂടെ എന്ന് ചിന്തിക്കും. അതുപോലെ നിങ്ങളൊരു പ്രൊഫഷണൽ സ്ഥലത്തേക്ക് പോവുകയാണ്, പക്ഷേ നിങ്ങളുടെ അറ്റയർ എന്ന് പറയുന്നത് ഭയങ്കര കാഷ്വലാണ്. സോ നിങ്ങൾക്കൊരു ഡ്രസ്സിങ് സെൻസ് ഇല്ല. അതുപോലെ തന്നെ നിങ്ങളൊരു കാഷ്വൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളൊരു മിക്സ് ആൻഡ് മാച്ച് ഡ്രസ്സും ഹെയർ സ്റ്റൈലും ആക്സസറീസും ട്രൈ ചെയ്യുകയാണ്. പക്ഷേ നിങ്ങളുടെ കളേഴ്സ് എല്ലാം ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. അതേപോലെ ഈ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ഭയങ്കര ഹെവിയാണ്. ഒരു കാണാനൊരു ഭംഗിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിങ് സെൻസ് ഇല്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. സോ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസിലൂടെ നിങ്ങളുടെ ക്യാരക്ടർ എന്തുമാത്രം അടുക്കും ചിട്ടയും എന്തുമാത്രം അറേഞ്ച്ഡ് ആണ്, ഓർഗനൈസ്ഡ് ആണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്കൊരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കണം, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ഡ്രസ്സിങ് സെൻസും കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് കോൺഫിഡൻസ് ഈസ് ഓൾവേസ് സെക്സി എന്ന് പറയുന്നത്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫേസിൽ അയ്യോ അകത്ത് ആരൊക്കെയായിരിക്കും ഇരിക്കുന്നത്, വലിയ VIPs ഒക്കെ ആയിരിക്കും, അവർക്ക് വലിയ പാർട്ടി വെയർ അല്ലെങ്കിൽ വലിയ എക്സ്പെൻസീവ് ഡ്രസ്സും മൊബൈൽ ഫോണും ഒക്കെ ആയിരിക്കും. എൻ്റെത് ചീപ്പ് ഡ്രസ്സും എൻ്റെ കയ്യിലിരിക്കുന്ന ചെറിയൊരു ഫോണും ഒക്കെ ആണല്ലോ. ഇതൊക്കെ വെച്ചുകൊണ്ട് ഞാനെങ്ങനെ പോകുന്നത്, എൻ്റെ ലുക്ക് ഇന്ന് ബോറാണ്, എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡള്ളായി പോയല്ലോ, ടാൻ ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ ആ ഒരു റൂമിലോട്ട് എൻ്റർ ചെയ്യണം. അവിടെ എല്ലാം ഭയങ്കര വലിയ സെറ്റപ്പിലുള്ള ആൾക്കാരെ കാണുകയാണ്, ഭയങ്കര സുന്ദരന്മാരും സുന്ദരിമാരുമാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം ഒഴുകിപ്പോയി നിങ്ങൾ തലയും കുനിച്ച് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിങ്ങൾക്കൊരു ക്യാരക്ടർ ഇല്ല. ആരും നിങ്ങളെ അവിടെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നോ വൺ വിൽ ഗോയിങ് ടു മൈൻഡ് യു. നിങ്ങളെ അവിടെ ആരും ഒരു നല്ല അട്രാക്റ്റീവ് പേഴ്സണായിട്ട് കാണത്തില്ല. ബട്ട് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. നിങ്ങളുടെ കയ്യിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സോ നിങ്ങളുടെ കയ്യിൽ എക്സ്പെൻസീവ് ഫോണോ നിങ്ങളുടെ ലുക്സോ ഒന്നുമല്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ കോൺഫിഡൻസ് നിങ്ങൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളിലാവരുത്, നിങ്ങളുടെ ക്യാരക്ടറിലുള്ള കോൺഫിഡൻസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ ഇന്ന ആളാണ്, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു അഭിമാനക്കുറവുമില്ല, അവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കാളും മുകളിൽ നിൽക്കാൻ കഴിവുള്ള ആളാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇപ്പം നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള നല്ല വില കൂടിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെയർ ചെയ്യുക. സോ അതിൻ്റെ കോൺഫിഡൻസ് നിങ്ങളുടെ ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂസോ ചപ്പൽസോ ഹൈ ഹീൽസോ ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കൂ. ഇപ്പോൾ ഒരു അവസരമല്ലേ, അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ചീപ്പാണെങ്കിലും നോ പ്രോബ്ലം, നിങ്ങൾ ചീപ്പല്ലല്ലോ. സോ നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യണം. തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ഷോൾഡർ താഴ്ത്താതെ നേരെ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കുക. ആ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. പോസിറ്റീവായിട്ടുള്ളൊരു സ്മൈൽ നിങ്ങളുടെ ഫേസിൽ ക്രിയേറ്റ് ചെയ്യുക. ഷോൾഡർ ഉയർത്തിപ്പിടിക്കുക, ക്രോസ് ചെയ്ത് നടക്കുക, കൈകളൊക്കെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നടക്കുക. അവിടെ പരിചയമുള്ള ആരെങ്കിലും കാണുകയാണെങ്കിൽ ഹായ് പറയുക, എല്ലാവരെയും നോക്കി ചിരിക്കുക, ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് വരുക എന്നൊക്കെ ഇങ്ങനെ ആക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അതേപോലെ നിങ്ങൾക്ക് സീറ്റ് കണ്ടുപിടിക്കാം, അവിടെ പോയി നിങ്ങൾക്ക് ഇരിക്കാം. അതേപോലെ വരുന്ന ആൾക്കാരോടൊക്കെ പോയി സംസാരിക്കാം. അപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടണം എന്നുണ്ടെങ്കിൽ ഹായ്, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. സോ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുക. മനസ്സിലായല്ലേ? സോ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ കോസ്റ്റ്ലി സാധനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിൽ കോൺഫിഡൻ്റ് ആവുക. ദെൻ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബി ഹംബിൾ എന്ന് പറയുന്നത്. ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാർ എവിടെയും ഷൈൻ ചെയ്യും.
അത് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നിങ്ങൾ എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിലും നിങ്ങൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളായി നോക്കി എല്ലാവരും എവ്രി വൺ വിൽ ഗോയിങ് ടു ലവ് യു. സീരിയസ്ലി. ഇപ്പം നമ്മൾ ചില സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ കാണാറില്ലേ, അവർ വലിയ ആളാണ്, പക്ഷെ അവർക്ക് പാവം ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, പാവപ്പെട്ടവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ളവരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങളും ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. ആരെ കണ്ടാലും ചിരിക്കുക. ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് വലിയവനാണോ ചെറിയവനാണോ എന്ന് നോക്കി ആ മെഷർമെൻ്റ് അനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കാതിരിക്കുക. എല്ലാവരോടും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരെ ലൈഫിൽ വിജയിക്കും ഗായ്സ്. കാരണം അങ്ങനെയുള്ളവരെ എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു VIP നിൽപ്പുണ്ട്, ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽപ്പുണ്ട്. ആ VIP നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്ന അതേ ടോണിലും അതേ റെസ്പെക്റ്റിലും ആ പാവപ്പെട്ട മനുഷ്യന് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കണം. അല്ലാത്തവർ ഇഷ്ടം പോലെ ആൾക്കാരെ എനിക്കറിയാം. സോ അങ്ങനെയുള്ളവരുടെ ലൈഫിലുണ്ടല്ലോ ഒരു സന്തോഷം നിലനിൽക്കത്തില്ല. അവരെല്ലാം ബിൽഡപ്പ് മാത്രമായിരിക്കും അവരുടെ ലൈഫിലുണ്ടാവുക. സോ നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണ് മേക്ക് അതേഴ്സ് ഫീൽ ഗുഡ് ഇൻ യുവർ കമ്പനി. മറ്റുള്ളവർക്ക് നിങ്ങളുടെ കമ്പനിയിൽ ഭയങ്കര സന്തോഷം തോന്നിക്കും. നിങ്ങളുടെ കമ്പനി എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. അവളുടെ കൂടെ സമയം പോകുന്നത് അറിയത്തേയില്ല. അല്ലെങ്കിൽ അവൻ്റെ കൂടെ വർത്തമാനം പറയുമ്പോൾ അവൻ്റെ കൂടെ എവിടെയെങ്കിലും പോകാൻ ഭയങ്കര രസം, നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യും, നമ്മുടെ ആ ഒരു ദിവസം അടിപൊളിയായിരിക്കും എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? അതായത് അവർ മറ്റുള്ളവരെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നല്ല റെസ്പെക്റ്റ് കൊടുക്കും, നല്ല കമ്പനി ആയിരിക്കും, നല്ല ജോളി ആയിരിക്കും, നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചുമ്മാ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമൊന്നും അല്ല, അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഓവറായിട്ട് ബ്ലാ 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 അല്ല, മാന്യമായിട്ടുള്ള വർത്തമാനം, സംസാരം, ചിരി, എക്സ്പ്രഷൻ, വൾണറബിൾ ആവേണ്ടടുത്താവുക. സോ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു കമ്പനി ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളും അങ്ങനെ തന്നെ ആവണം. നിങ്ങൾ മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യിക്കണം. എൻ്റർടൈൻ ചെയ്യിക്കുന്നത് വെച്ചാൽ ഞാനെപ്പോഴും അവരൊരു എൻ്റർടൈനിങ് തിങ് ആണെന്നല്ല. നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അയാളോട് ചിരിക്കുക, അയാൾ ചോദിക്കുന്നതിനൊക്കെ മാന്യമായിട്ട് മറുപടി പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയുക. ഓവറായിട്ടല്ല, നോർമലായിട്ട് ഒരു മോഡസ്റ്റ് രീതിയിൽ. സോ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ വായിച്ച് കഴിയും. നോ വൺ വാണ്ട്സ് ടു ബി വിത്ത് സമൺ ഹു മേക്സ് ദം ഫീൽ ബാഡ് അബൌട്ട് ദംസെൽഫ്. So they try to bring out the best in others, even if you think they don't deserve it. ആ ആൾ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ്, ആ ഒരു വൈബൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ പോലും നിങ്ങൾ അത് കൊടുക്കുക. അതാണ് നിങ്ങളുടെ ക്യാരക്ടർ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റാണ് ഷോ ഓൺലി യുവർ ഓപ്റ്റിമിസ്റ്റിക് സൈഡ്. ചില ആൾക്കാരുണ്ട് എന്ത് കാര്യത്തിലും നെഗറ്റീവ്സ് മാത്രം പറയുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു നല്ല ക്യാരക്ടർ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ നെഗറ്റീവ്സ് പറയണം. അതായത് നമ്മളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പം ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് നമുക്ക് സംസാരിക്കാം. പക്ഷേ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്ന ഒരാളാവരുത് എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക, പറയുക, എസ്പെഷ്യലി മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ. ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിൻ്റാണ് ബിക്കം എ ഗുഡ് ലിസണർ. അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അവർ പറയുന്നത് കേൾക്കാൻ ഒരാൾ വേണം. സോ അങ്ങനെ നിങ്ങളൊരു കേൾക്കുന്ന ആളാകാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം, പ്രത്യേക താല്പര്യം ഒക്കെ തോന്നും. അപ്പോൾ നിങ്ങളവിടെ എപ്പോഴും കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം പറയാൻ വായി തുറക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും ശ്രദ്ധിക്കും. എവ്രി വൺ വിൽ ഗോയിങ് ടു ലിസൺ യു. മനസ്സിലായില്ലേ? സോ ഒരു നല്ല ലിസണർ ആവാൻ കൂടി ശ്രദ്ധിക്കുക. ദെൻ സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ, പേഴ്സണാലിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുക. നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളിലെല്ലാം ഒരു അപ്ഗ്രേഡ് കൊണ്ടുവരിക. എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നിങ്ങളൊന്ന് ചേഞ്ച് ആയി നോക്കൂ. ഇപ്പം നിങ്ങൾക്ക് വേറൊരു ന്യൂ വേർഷൻ ഓഫ് യു നിങ്ങൾക്ക് കിട്ടും. സോ അതൊരു നല്ല പോയിൻ്റാണ്. ദെൻ ട്രൈ ടു സ്റ്റേ ഹാപ്പി. സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഏത് നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹാപ്പി ആയിട്ടിരിക്കുക. കാരണം നമ്മൾ എത്ര വിഷമിച്ചാലും ഒരുപക്ഷെ ചില കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല, ചില കാര്യങ്ങളൊന്നും അത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണം എന്നില്ല. പക്ഷേ നമ്മളവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കവിടെ അത്രയും ഹാപ്പിനെസ് നമുക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ, അത്രയും കൂടെ വിഷമം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ നെക്സ്റ്റ് ആണ് വോളണ്ടിയർ ടു ഹെൽപ്പ് അതേഴ്സ്. അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക,
മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം വരും. അങ്ങനെയുള്ള ഒരാളിനെ എല്ലാവരും അവിടെ നോട്ടീസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്യാഗ്രഹമുള്ള ഒരാൾ അല്ല എന്നുള്ളൊരു ഇമേജ് അവിടെ വരും. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, അപ്പോൾ കുറേ പേര് അവിടെ ഇരിക്കുവാണ്. അപ്പം നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരു ട്രേയിൽ കുറേ വെള്ളം കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുക. മറ്റുള്ളവരതെടുത്ത് കുടിക്കുന്നു. അപ്പം ആ കുടിക്കുന്നവരവിടെ ആർത്തിയുള്ളവരായിട്ടും, അങ്ങനെയല്ല, ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്, ആർത്തിയുള്ളവരായിട്ടും നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരാൾ, ആർത്തിയൊന്നും ഇല്ല, വളരെ കൂളായിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരു ഇമേജ് വരും. ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണേ, അങ്ങനെ ആണെന്നല്ല. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കൊടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടർ അവിടെ ഉണ്ടായി വരും. ദെൻ നെക്സ്റ്റ് ആണ് സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ചില ആൾക്കാരുണ്ട് അനാവശ്യമായിട്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റുന്നവർ. അതൊരു പക്ഷേ നിങ്ങളുടെ നെയ്ബേഴ്സ് ആവാം, നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിലുള്ള ആരെങ്കിലും ആയിരിക്കും. ഓവറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുന്നിടത്തോട്ടും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളറിയാതെ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആ ഒരു ലൂപ്പിൽ പെട്ടു. ചിലപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ചില കസ്റ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെൺകുട്ടികൾ വൈകുന്നേരം ഇത്ര മണിക്ക് വീട്ടിൽ കയറിയിരിക്കണം, അല്ലെങ്കിൽ പെൺകുട്ടികൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അവിടെ ഒന്നും പോകാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ കസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം അത് വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു അപ്പുറത്തുള്ള ആൾ. അപ്പോൾ ഈ ആൾ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എപ്പോഴും അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഈ ആളിത് കാണുമ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? അവരിതിനെ പറ്റിയാണല്ലോ എപ്പോഴും പറയുന്നത് എന്നൊരു തോട്ട് വരും. നെക്സ്റ്റ് ഡേ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇഷ്ടമല്ല, നിങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യും. മനസ്സിലായില്ലേ? സോ നിങ്ങൾ ആ ഒരു ലൂപ്പിൽ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലൈഫിലെ ചോയ്സസ്, ഇതിലേക്കൊക്കെ മറ്റുള്ളവരെ വലിച്ചിടുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് എല്ലാവർക്കും വെക്കുക. ദെൻ നമ്മളുടെ ലാസ്റ്റ് പോയിൻ്റാണ് ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റോപ്പ് ജഡ്ജിങ് അതേഴ്സ്. മറ്റുള്ളവരെ സ്റ്റോപ്പ് ജഡ്ജിങ് പീപ്പിൾ. ജഡ്ജ് ചെയ്യുന്നത് നിർത്തുക. കാരണം നമ്മൾ കാണുന്നതൊന്നും അല്ല ഈ ആൾക്കാരെന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നതോ നമ്മുടെ മുന്നിൽ വന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതോ ഒന്നും അല്ല ആ റിയൽ പീപ്പിൾ. ഇപ്പം നമ്മൾ അങ്ങനെയാണോ? അല്ലല്ലോ. നമ്മൾ മറ്റുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളാണോ ശരിക്കുള്ള നമ്മൾ? ആയിരിക്കത്തില്ല. മിക്കവരും 99% ആൾക്കാരും അങ്ങനെ അല്ല. സോ അതുകൊണ്ട് തന്നെ ഒരാളുടെ അപ്പിയറൻസ് കൊണ്ടോ ഒരാൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടോ ഒരാൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ നിർത്തുക. ചിലപ്പോൾ ആ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ നെഗറ്റീവ് പറയുന്ന ഒരാളായിരിക്കും ലൈഫിൽ നമ്മളെ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാളുടെ ഹെൽപ്പായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ നിർത്തുക. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാളിനെ പറ്റി പറയണം, അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾക്ക് കുറേ മോശം ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അവൾ പോകുന്നതെല്ലാം മോശം സ്ഥലത്തേക്കാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങളെ ഗോസിപ്പൊക്കെ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. സോ നിങ്ങളുടെ ക്യാരക്ടർ അവിടെ ഇടിഞ്ഞു പോവാണ് ഗൈസ്. നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പ്രത്യേകിച്ച് മറ്റുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ഒരു ചെറിയ വീഡിയോ. ചെറിയതല്ല, വീഡിയോ കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഹൗ ടു ബിൽഡ് ആൻ അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഈ ടോപ്പിക്സാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് അതുപോലെ ക്യാരക്ടർ ബിൽഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.